എല്ലാവർക്കും നമസ്കാരം. വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആരും ഞെട്ടരുതേ, ആദ്യമായിട്ട് പറയുകയാണ്, ഒരു മുന്നറിയിപ്പാണ്. ഞാൻ പറയുന്നത് കേട്ട് ആരും ഞെട്ടരുത്, പ്രത്യേകിച്ച് അന്തംഗമികൾ. വീണ ജോർജിനെ കാണാനില്ല. ഏറ്റവും പുതിയ വാർത്തയാണ്, വീണ ജോർജിനെ കാണാനില്ല. ICUവിൽ നിന്ന് ഇന്ന് പുലർച്ചെ 4 മണിക്ക് വീണ ജോർജ് മുങ്ങിയിരിക്കുന്നു. അതിഗുരുതരമായി പരിക്കേറ്റ്, നമുക്കറിയാലോ ഈ ചാവേർ ആക്രമണം, KSU ചാവേറുകളുടെ ആക്രമണത്തിൽ അതിഗുരുതരമായി കഴുത്തിന് പരിക്കേറ്റ, ഇന്ന് രാവിലെ ദേശാഭിമാനി, ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിരുന്നു, രാവിലെ ദേശാഭിമാനി വാർത്തയിൽ പറഞ്ഞ പ്രകാരം, ദേശാഭിമാനി എൻ്റെ കയ്യിലുണ്ടതാ, മാരകമായ ആയുധം കൊണ്ട് കഴുത്തിന് പരിക്കേൽപ്പിച്ച, മാത്രമല്ല ഇതിൽ പറയുന്നത് എന്താണെന്നറിയോ, ഇതിന്റെ റിപ്പോർട്ട്, മന്ത്രിക്ക് കഴുത്തിൽ കടുത്ത വേദന തുടരുന്നതിനാൽ ICUവിൽ തുടരണമെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. ഇന്ന് രാവിലത്തെ കുറച്ച് നേരമായിട്ടുള്ളൂ ദേശാഭിമാനി പുറത്തിറങ്ങിയിട്ട്. ആ ദേശാഭിമാനിയിൽ പറയുകയാണ്, മന്ത്രിക്ക് കഴുത്തിൽ കടുത്ത വേദന തുടരുന്നതിനാൽ ICUവിൽ തുടരണമെന്ന് മെഡിക്കൽ ബോർഡ് റിപ്പോർട്ട്. കടുത്ത വേദനയ്ക്ക് കാരണം കഴുത്തിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 നാഡീമൂലാഗ്രങ്ങളിൽ അമർന്നതിനാലാണെന്ന് MRI സ്കാനിൽ കണ്ടെത്തിയിട്ടുണ്ട്. നിരന്തര നിരീക്ഷണം ആവശ്യമുള്ളതിനാൽ ICUവിൽ തുടരാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായാണ് വലത് കൈയിലും തലയുടെ പിൻഭാഗത്തും പടരുന്ന വേദന. അതിഗുരുതരാവസ്ഥയിലുള്ള മൂലാഗ്രം, ഈ കശേരുക്കളുടെ മൂലാഗ്രമാകെ വിട്ടുപോയ ആ നിലയിൽ ഡോക്ടർമാര് ICUവിൽ വളരെ കാലം തുടരണമെന്നാവശ്യപ്പെട്ട വീണ ജോർജിനെ ഇന്ന് പുലർച്ചെ 4 മണി മുതൽ കാണാതായിരിക്കുന്നു, മുങ്ങിയിരിക്കുന്നു. എങ്ങോട്ടാണ് വീണ ജോർജ് മുങ്ങിയത്? നിങ്ങൾക്ക് എന്താ ഒരു ഞെട്ടലില്ലാത്തത്? നമ്മുടെ ആരോഗ്യമന്ത്രി, പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി, നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ICUവിൽ നിന്ന് ഒരു രോഗി പുലർച്ചെ 4 മണിക്ക് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന കാര്യം ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ICUവിൽ നിന്ന് മാറ്റുക എന്ന് പറയുമ്പോൾ ഇത്ര ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ICUവിൽ പ്രവേശിപ്പിച്ച് ICUവിൽ വേണ്ട ചികിത്സകളൊക്കെ നൽകി അത് കഴിഞ്ഞിട്ട് സാധാരണ മുറിയിലേക്ക് മാറ്റും. എന്നിട്ട് ചുരുങ്ങിയത് 24 മണിക്കൂർ നിരീക്ഷണത്തിന് ശേഷമേ ആ രോഗിയെ വിടുകയുള്ളൂ. കാരണം ICUവിൽ നിന്ന് റൂമിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ് ആ രോഗി. വീണ്ടും ആ രോഗിയുടെ നില വഷളാവുകയാണെങ്കിൽ വീണ്ടും ICUവിലേക്ക് മാറ്റേണ്ടി വരും. അതുകൊണ്ട് നമ്മൾ സാധാരണ നമുക്കല്ല, എല്ലാ മെഡിക്കൽ വിദഗ്ധരും പറയുന്നത് അതാണ്, പ്രോട്ടോകോൾ അതാണ്. ICUവിൽ നിന്ന് നേരെ റൂമിലേക്ക് പ്രത്യേക നിരീക്ഷണത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 24 മണിക്കൂർ, അത് കഴിഞ്ഞിട്ടാണ് 3-4 ദിവസമൊക്കെ കഴിഞ്ഞിട്ടേ ഡിസ്ചാർജ് ചെയ്യുകയുള്ളൂ. വീണ ജോർജിന്റെ സ്ഥിതി അതാണോ? അതിഗുരുതരമായി കഴുത്തിനാണ്, മാരകായുധം കൊണ്ട്. നമ്മുടെ ദേശാഭിമാനി തന്നെ പറയുന്നു, കൊല്ലടാവളെ എന്നൊക്കെ ആക്രോശിച്ചുകൊണ്ടാണ് ചാവേർ സംഘം പാഞ്ഞെടുത്തത്. അഭിലാഷ് എന്ന് പറയുന്ന ഗൺമാൻ പറയുന്നു, ഒരായുധം കൊണ്ട്, ആയുധത്തിന്റെ പേരെന്തോ അദ്ദേഹത്തിന് മറന്നുപോയി, അദ്ദേഹത്തിന്റെ ഓർമ്മക്കുറവ്, അത് നമുക്ക് ക്ഷമിക്കാം. എന്തോ ഒരു മാരകായുധം കൊണ്ട്, അതുകൊണ്ടാണ് കഴുത്തിൽ ആഞ്ഞു വെട്ടിയത്. എന്നിട്ട് അത്തരത്തിൽപ്പെട്ട രോഗി എവിടെയാണ് രക്ഷ? സാധാരണക്കാരന് ഒരു മന്ത്രിയാണ്. ആ മന്ത്രി പുലർച്ചെ 4 മണിക്ക് മന്ത്രി ICUവിൽ കാണുന്നില്ല. അപ്പൊ സ്വാഭാവികമായി രാവിലെ ICUവിൽ 4 മണിക്ക് തന്നെ ഒരു രോഗിയെ ICUവിൽ നിന്ന് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ മെച്ചപ്പെട്ട ചികിത്സക്ക് വേണ്ടിയിട്ട് മറ്റേക്കോട്ടെങ്കിലും മാറ്റണം. ഇതാവട്ടെ പരിയാരം മെഡിക്കൽ കോളേജ് എന്നാണ് കാണാതാവുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കണ്ണൂരിലെ അഭിമാന ആശുപത്രി. അമേരിക്ക പോലും അസൂയയോടെ നോക്കുന്ന കേരളത്തിലെ പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു രോഗിയെ പുലർച്ചെ 4 മണിക്ക് അവിടെ നിന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ എങ്ങോട്ടേക്കാണ് പിന്നെ കൊണ്ടുപോകുക? അതിനേക്കാൾ വലിയ ചികിത്സ അമേരിക്കയിൽ കിട്ടുമോ? ഇല്ല, അമേരിക്കയേക്കാൾ മെച്ചമാണ് ഇവിടെ. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? കാരണം ഞാൻ ഈ ദേശാഭിമാനി വായിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ ദേശാഭിമാനിയിൽ എഴുതിയിരിക്കുന്നു, കടുത്ത വേദനയ്ക്ക് കാരണം കഴുത്തിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകൾ 2 നാഡീമൂലാഗ്രങ്ങളിൽ അമർന്നതിനാലാണ്. നാഡീമൂലാഗ്രങ്ങൾ, ഈ മൂലം എന്നൊക്കെ കേട്ടപ്പോഴേ, മൂലം എന്ന് കേട്ടപ്പം കാരണഭൂതത്തിന്
തോന്നി ഇത് മറ്റേ സൂക്കടാണ്. ഏത് സൂക്കട്? മൂലക്കുരുവാണ് എന്ന് ധരിച്ചിട്ടാവണം ഒരു പക്ഷേ എങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക്. കാരണം അമേരിക്കയിൽ മൂലക്കുരുവിന് കേരളത്തിലുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ചികിത്സ അമേരിക്കയിൽ കിട്ടുന്നുണ്ട് എന്നതിനാലാണല്ലോ നമ്മുടെ മുഖ്യമന്ത്രി അടക്കടക്കം അമേരിക്കയിലേക്ക് പോകുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രി നമ്മുടെ വീണ ജോർജിനെ മിക്കവാറും അമേരിക്കയിലേക്ക് ഹെലികോപ്റ്ററിൽ, മറ്റേ തായ്ക്കണ്ടി തറവാടിന്റെ കണ്ടത്തില് ഒരു ഹെലികോപ്റ്റർ നിർത്തിയിട്ടില്ലേ? മാസം 1 കോടി വാടക കൊടുക്കുന്ന ഒരു ഹെലികോപ്റ്റർ അവിടെ ഉണ്ട്, മറന്നു പോകരുത് കേട്ടോ. അത്യാവശ്യ സന്ദർഭങ്ങളിൽ പോലും ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് നമ്മൾ കണ്ടിട്ടില്ല. ആലിൻ എന്ന് പേരായ ഒരു ചെറിയ പെൺകുട്ടിയല്ലേ, 6 മാസം പ്രായമുള്ള ഒരു കുട്ടി മസ്തിഷ്ക മരണം സംഭവിച്ചപ്പോഴേ അതിന്റെ ആന്തര അവയവങ്ങള് മറ്റു രോഗികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് പോലും ഈ ഹെലികോപ്റ്റർ എടുത്തിട്ടില്ല കേട്ടോ. അന്നേരം പറഞ്ഞെന്താ വെച്ചാൽ വൈകുന്നേരം ആയതുകൊണ്ട് വൈകുന്നേരം ഹെലികോപ്റ്റർ പറക്കൂല എന്നാ പറഞ്ഞത്. വൈകുന്നേരം ഈ ഹെലികോപ്റ്റർ പറക്കൂല, രാത്രി കാഴ്ചയില്ലാത്ത ഹെലികോപ്റ്ററാണിത്. കാരണം അത് പ്രത്യേക സംവിധാനമാണ്. അതുകൊണ്ട് ആ ഹെലികോപ്റ്റർ ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ആ കുഞ്ഞു പൈതലിന്റെ, നമ്മുടെ നരേന്ദ്രമോദി ഉൾപ്പെടെ അഭിനന്ദിച്ചല്ലോ ആ കുടുംബത്തെ. ഒരു 4-5 പേർക്ക് ജീവിതം കൊടുത്ത പെൺകുട്ടി അല്ലെ, ആ പെൺകുട്ടിയുടെ അവയവം കൊണ്ടുപോയത് മറ്റേ റോഡ് മാർഗമാണ് കൊണ്ടുപോയത്. അപ്പൊ ആ കണ്ടത്തിൽ നിർത്തിയിട്ടിരിക്കുന്ന ഹെലികോപ്റ്ററിലാണ് വീണ ജോർജിനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് കരുതുന്നത്. അല്ലാതെ വേറെ എന്താ കരുതേണ്ടത്? എന്താണ് റോഡ് മാർഗോ? മിനിറ്റ്, എവിടെ പറയുന്നത്? വാർത്ത നിൽക്കുന്നോ? അതെ, പുതിയ വാർത്ത. ഇതല്ല, അമേരിക്ക കൊണ്ടുപോയിട്ടില്ല അത്രേ, അമേരിക്കയിൽ കൊണ്ടുപോയിട്ടില്ല എന്ന്. പിന്നെ എങ്ങനെയാ? ആംബുലൻസും ഇല്ലേ? ദൈവമേ, വീണ ജോർജിനെ കാറ് കയറ്റിട്ട് കൊണ്ടുപോയതാണെന്ന്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണ്ടേ? പുലർച്ചെ 4 മണിക്ക് വീണ ജോർജിനെ, അങ്ങനെ തന്നെയല്ലേ, കാറല്ലേ? എങ്ങോട്ട്? തിരുവനന്തപുരത്തേക്കോ? എത്ര കിലോമീറ്റർ? അത് 400-500 കിലോമീറ്റർ ചെയ്യാ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കാറില്. ഈ പെടലി വെട്ടിയ മന്ത്രിനെയോ? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എന്നോട് ക്ഷമിക്കണം. പുതിയ റിപ്പോർട്ട് നമ്മുടെ ഓൺലൈൻ ചാനലുകളിലൊക്കെ വരുന്നത് മന്ത്രി മുങ്ങിയതല്ല, മന്ത്രി കാറ് കയറിയിട്ട് ഒരു ആരോഗ്യമുള്ള മനുഷ്യൻ തന്നെ 400 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അത് പെടലി പോയി, മൂലാഗ്രം, മറ്റേ ഡിസ്കിന്റെ മൂലാഗ്രം ഒക്കെ ചതഞ്ഞു പോയതാണ്. തിരുവനന്തപുരത്തേക്ക് കാറില്, ആംബുലൻസിലും അല്ല, കാറില്. അല്ല, നമ്മുടെ ഒരു നിരുത്തരവാദപരമായ കാര്യങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യമന്ത്രിക്ക് കഴുത്തിന് അടി കിട്ടിയിട്ട് പുലർച്ചെ 4 മണിക്ക് കാറ് കയറ്റി കൊണ്ടുപോകുക അത്രേ. എടോ വിജയ, ഹെലികോപ്റ്ററിന്റെ ഇറക്കി കൊടുക്കാഞ്ഞേ? ഞാൻ വിചാരിച്ച അതില് അമേരിക്കയിലേക്ക് കൊണ്ടുപോയിന്ന്. ഡി പ്രദീപ് കുമാർ, നമ്മുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ഡി പ്രദീപ് കുമാറിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. നമ്മളെ ഡി പി കെ പറയുന്നത്, തുടർ ചികിത്സക്കായി മന്ത്രിയെ പിണറായി അമേരിക്കയിലേക്ക് അയക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൾക്കാരൊക്കെ പ്രതീക്ഷിക്കാൻ തുടങ്ങി, തുടർ ചികിത്സക്ക് അമേരിക്കയിലേക്ക് അയക്കുമെന്ന്. അപ്പൊ അമേരിക്കയിലേക്ക് അയക്കാതെ കാറില് തിരുവനന്തപുരത്തേക്ക് പോവുകയാണോ? അല്ല, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നമ്മുടെ മന്ത്രിക്കൊന്നും പറ്റിയില്ലേ? അപ്പൊ രാവിലെ ദേശാഭിമാനി വായിച്ചിട്ട് നമ്മളൊക്കെ തകർന്നിരിക്കുകയാണ്. മന്ത്രിയെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച് 5 KSU നേതാക്കന്മാർക്കെതിരെ വധശ്രമം, കൊല്ലട എന്ന് ആക്രോശിച്ചുകൊണ്ട് അക്രമി സംഘം മന്ത്രിക്ക് നേരെ പാഞ്ഞെടുത്തു. പ്രതികളുടെ കയ്യിലുണ്ടായിരുന്ന ആയുധം ഉപയോഗിച്ചാണ് കഴുത്തിനെ ആക്രമിച്ചത്. എന്നിട്ട് മെഡിക്കൽ റിപ്പോർട്ട്, MRI റിപ്പോർട്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കടുത്ത വേദനയ്ക്ക് കാരണം കഴുത്തിലെ കശേരുകൾക്കിടയിലുള്ള ഡിസ്കുകളിൽ 2 ഇടങ്ങളിൽ നാഡീമൂലാഗ്രങ്ങളിൽ അമർന്നതിനാലാണ് എന്ന് MRI സ്കാനിൽ കണ്ടെത്തി. നിരന്തര നിരീക്ഷണം ആവശ്യമുള്ള. അപ്പൊ ഇതൊക്കെ വെറുതെ തന്നെയോ? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. അപ്പൊ ആരോഗ്യമന്ത്രിക്ക് ഒന്നും പറ്റിയില്ലേ? ഇതൊക്കെ അപ്പൊ ഈ മറ്റേക്കാരും പറയുന്നത് ശരി തന്നെയാണോ? നമ്മുടെ ഷംസീർ കാക്കന്റെ നാടകം തന്നെയാണൊക്കെ. ഒരു നാടകം എന്നൊക്കെ പറഞ്ഞാൽ അതിനും വേണ്ടടോ ഒരു എന്താ പറയാ, ഒരു അവസാനത്തിന്റെ ഒരു എന്താ പറയാ, അങ്ങനെ ഒരു പേര്, പ്രത്യേക ഒരു പേരുണ്ട്.
നാടകം അവസാനിക്കുമ്പോൾ അതിനൊരു പരിണാമ ഗുപ്തി, അങ്ങനെ പറയാം, പരിണാമഗുപ്തി. ഈ അതിന്റെ നാടകത്തിന്റെ അവസാനം ആർക്കും നേരത്തെ പ്രവചിക്കാൻ പറ്റരുത്. അങ്ങനെ ഒരു പരിണാമഗുപ്തി വേണം. ഒരു പക്ഷേ ധരിക്കല്ലേ പരിണാമഗുപ്തി മന്ത്രിനെ കാണാതാവല്, പരിണാമഗുസ്തി എന്നാണ് നമ്മുടെ ഒരു നാടക പ്രവർത്തകനായ സാബു സുരേന്ദ്രൻ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോഴിക്കോട്. മൂപ്പര് പരിണാമ ഗുസ്തി എന്നാണ് പറയുക. പരിണാമ ഗുസ്തി വേണമെന്ന്. അവസാനം നാടകം അങ്ങനെ നാടകത്തിന്റെ പിരിമുറുക്കത്തില് അവസാനം ഒരു ഗുസ്തി വേണമെന്ന് പറഞ്ഞു, പരിണാമ ഗുസ്തി. ഏതായാലും ഇതൊരു പരിണാമ ഗുസ്തിയാണ്. എമ്മാലി ഗുസ്തി ഇത് അല്ലേ. എന്നിട്ട് മന്ത്രി എപ്പോഴാണ് അവിടെ എത്തുക? 4 മണിക്ക് പുറപ്പെട്ട് റോഡ് മാർഗം ഒരു 10-12 മണിക്കൂർ വേണ്ടേ? വൈകുന്നേരം 4-5 മണിയാവുമ്പോൾ എത്താൻ. അപ്പോഴത്തേക്ക് കഴുത്തിന്റെ സ്ഥിതി എന്താവുമെന്ന് ദൈവത്തിനറിയാം. പക്ഷെ എന്താ ചെയ്യ? ഏതായാലും പെടലി മന്ത്രിയുടെ സ്ഥിതി ഇനി എടുക്കാണ്ടാവില്ല കേട്ടോ. ഇതൊക്കെ മനഃപൂർവ്വം ചെയ്യാണ്. അവിടെ മറ്റേ ആറന്മുളയിൽ സീറ്റും കൊടുക്കില്ല എന്ന് പറയുന്നു. സീറ്റും പോയി, പെടലിയും പോയി, മാനും പോയി. എന്റെ ഷംസീർ കാക്കെ, നിങ്ങളെ സ്ക്രിപ്റ്റ് തീരെ പോരട്ടോ. സ്ക്രിപ്റ്റും പോരാ, അഭിനയം സൂപ്പറാണെന്ന് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങളെ മറ്റേ നാടകത്തിലെ പരിണാമ ഗുസ്തിയും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. ഇനി പരിപാടിക്ക് നിൽക്കരുത് കേട്ടോ. ഇതിപ്പോ ഗോവിന്ദ മാഷ് കരഞ്ഞൊക്കെ വെറുതെ ആയില്ലേ? മാഷന്മാരി കരച്ചിലേനോ? മാഷ ജീവിതത്തിൽ മാഷന്മാരി അഭിനയിച്ചിട്ടുണ്ടാവില്ല. കരയല്ലേനോ? അയ്യോ, ഇപ്പൊ ദേശാഭിമാനിക്കാർ ഇപ്പൊ നാളെ എന്താ ചെയ്യാ? നാളെ ഇപ്പൊ എന്താ ചെയ്യാ? നിരന്തര നിരീക്ഷണം ആവശ്യമുള്ളതിനാൽ ICUവിൽ തുടരാനാണ് ഡോക്ടർമാരുടെ നിർദ്ദേശം. കഴുത്തിലേറ്റ ക്ഷതത്തിന്റെ ഭാഗമായാണ് വലത് കൈയിലേക്കും തലയുടെ പിൻഭാഗത്തേക്കും പടരുന്ന വേദന. എന്തോ നമുക്ക് നോക്കാം. മന്ത്രി തിരുവനന്തപുരത്ത് എത്തിയിട്ട് ഇനി എന്താ സ്ഥിതിന്ന്. അവിടത്തേക്ക് ചിലപ്പം ഹെലികോപ്റ്റർ എത്തുവോ, അമേരിക്കയിലേക്ക് കൊണ്ടുപോകുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അല്ലാതെ എന്ത് പറയാനാ.